നമസ്കാരം. മമ്മൂക്കയുടെ വെള്ളിയേട്ടന്റെ 4K പതിപ്പ് അങ്ങനെ നാളെ റിലീസ് ചെയ്യുകയാണ്. വെള്ളിയേട്ടന്റെ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന 4K പതിപ്പിന്റെ കേരള തിയേറ്റർ ലിസ്റ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വെള്ളിയേട്ടന്റെ 4K പതിപ്പ് നാളെ റിലീസ് ചെയ്യുന്നു എന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. വിശദ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വെള്ളിയേട്ടന്റെ കേരള തിയേറ്റർ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ 4 സർക്യൂട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് കൊച്ചിൻ സർക്യൂട്ടിൽ 39 തിയേറ്ററുകളാണ് ഉള്ളത്, മലബാർ സർക്യൂട്ടിൽ 35 തിയേറ്ററുകളിലും കോട്ടയം സർക്യൂട്ടിൽ 18 തിയേറ്ററുകളിലും തിരുവനന്തപുരം സർക്യൂട്ടിൽ 28 തിയേറ്ററുകളിലുമാണ് ഉള്ളത്. അതായത് ടോട്ടൽ കേരളത്തിൽ മാത്രം 120 തിയേറ്ററുകളിലാണ് ചിത്രം നാളെ 4K പതിപ്പ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് വനിതാ വിനീതയിൽ നാളെ വല്യേട്ടൻ കളിക്കാൻ പോകുന്ന 10 മണിയുടെ ഷോയിലെ സീറ്റിംഗ് ബുക്കിംഗ് ആണ്. അതായത് 151 സീറ്റും ഇപ്പോൾ തന്നെ ബുക്കിംഗ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഈ സമയം കൊണ്ട് തന്നെ ആ ഒരു തിയേറ്ററിലൂടെ മാത്രം ചിത്രം നേടാൻ പോകുന്നത് 30,000-ന് മുകളിലായിരിക്കും. കൊച്ചിയിലെ പ്രധാന തിയേറ്ററുകളിലേക്ക് നോക്കുമ്പോൾ എറണാകുളം കവിത തിയേറ്ററിലും എടപ്പള്ളി വനിതാ വിനീത, എറണാകുളം PVR ലുലു മാൾ, എറണാകുളം PVR ഒബ്രോ മാൾ, എറണാകുളം ഫോറം മാൾ, എറണാകുളം സിനിപോൾസ് തുടങ്ങിയ പ്രമുഖ തിയേറ്ററിലും നാളെ ചിത്രം കളിക്കുന്നുണ്ട്. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ 2000-ൽ റിലീസ് ചെയ്ത വെള്ളിയേട്ടൻ എന്ന സിനിമ അന്ന് കാണാൻ പറ്റാത്തവർക്കും അന്ന് കണ്ടവർക്കും അറക്കൽ മാധവനുണ്ണിയെ ഒരിക്കൽ കൂടി കാണാനുള്ള അവസരമാണ് നാളെ ലഭിക്കാൻ പോകുന്നത്. അതും 4K ദൃശ്യ മികവോടുകൂടി തന്നെ ആസ്വദിക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. കഴിവതും സിനിമാ പ്രേമികൾ നാളെ തിയേറ്ററിൽ തന്നെ പോയി അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിൽ പോയി തന്നെ ചിത്രം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് വെള്ളിയേട്ടന്റെ 4K പതിപ്പ് തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.